റിപ്പബ്ലിക് ടി വി എഡിറ്റർ അർണബ് ഗോസ്വാമിയുടെ ഒരു ഒരു തെറ്റായ വാദം ആൾട്ട് ന്യൂസ് എഡിറ്റർ മുഹമ്മദ് സുബൈർ പൊളിച്ചു കൊടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. എന്ന് വെച്ചാൽ തുർക്കിയിൽ കോൺഗ്രസിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ടായിരുന്നു എന്നായിരുന്നു ഈ റിപ്പബ്ലിക് ടി വി എഡിറ്റർ അർണബ് ഗോസ്വാമിയുടെ ഒരു കണ്ടെത്തൽ. അതിന് ആധാരമായ രീതിയിലുള്ള അവിടെയുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ബോർഡും ദൃശ്യങ്ങളുമൊക്കെ റിപ്പബ്ലിക് ടി വിയിലൂടെ പുറത്തു വിടുകയും ചെയ്തു. പിന്നാലെയാണ് സുബൈർ ഇക്കാര്യത്തിൽ ഒരു ഫാക്ട് ചെക്ക് വിശദീകരണവുമായി രംഗത്ത് വന്നത്. അത് ഒരു കൺവെൻഷൻ സെൻ്റർ ആയിരുന്നു. അതിന്മേൽ കോൺഗ്രസ് എന്ന് കണ്ടതുകൊണ്ട് മാത്രം വളരെ വേഗത്തിൽ തെറ്റിദ്ധരിച്ച് അതിന്മേൽ കയറി പിടിക്കുകയാണ് അർണബ് ഗോസ്വാമിയും റിപ്പബ്ലിക് ടി വിയും ചെയ്തത്. അമിത് മാളവ്യ BJPയുടെ IT സെൽ മേധാവി കേട്ടതിന് പിന്നാലെ തന്നെ അത് ഏറ്റുപിടിക്കുന്നത് നമ്മൾ കണ്ടു. എന്തായാലും വാർത്ത പൊളിഞ്ഞതോടുകൂടി ഇപ്പോൾ രണ്ടുപേർക്കെതിരെയും കോൺഗ്രസ് കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അർണബ് ഗോസ്വാമിയുടെ ഈ തരത്തിലുള്ള പ്രചാരണങ്ങളെ ഏറ്റവും ഒടുവിൽ അദ്ദേഹം അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും മാപ്പപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ ഈ നിലപാടിനെ എങ്ങനെ കാണണം എന്നുള്ളത് കൂടി സംസാരിക്കുകയാണ് നമ്മൾ. അജിംസ്, അർണബ് ഗോസ്വാമി ഇപ്പോൾ പലകുറി മാപ്പ് ചോദിക്കേണ്ടി വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിലത്തെ സംഭവത്തെ എങ്ങനെ കാണാം? ഈ സൈഫു തുടക്കത്തിൽ പറഞ്ഞല്ലോ, അത് മുഹമ്മദ് സുബൈർ ഫാക്ട് ചെക്കിങ് നടത്തി കണ്ടുപിടിച്ച ഒരു കാര്യമാണെന്ന് പറഞ്ഞല്ലോ. ഈ ഫാക്ട് ചെക്കിങ്ങിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഫാക്ട് ചെക്കിങ് ഒട്ടും പൊളിറ്റിക്കൽ അല്ല എന്നുള്ളതാണ്. അതിൽ രാഷ്ട്രീയ ഉള്ളടക്കമില്ല. അതിൽ സത്യം അസത്യം വസ്തുതാവിരുദ്ധത അത് ചൂണ്ടിക്കാട്ടുക മാത്രമേ ചെയ്യുക. ഇപ്പോൾ മുമ്പ് അഖ്ലാഖ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പശു ഇറച്ചി കഴിക്കുന്നു എന്നതിൻ്റെ പേരിൽ തല്ലിക്കൊന്ന സംഭവം ഓർമ്മയുണ്ടല്ലോ. അപ്പം അന്ന് വന്നൊരു മറുവാദം അത് പശു ഇറച്ചിയല്ല മട്ടനാണ് എന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ മറ്റൊരു അർത്ഥം എന്താണ്? പശു ഇറച്ചിയാണെങ്കിൽ അയാളെ തല്ലിക്കൊല്ലാമെന്നാണ്. ഈ ഒരു പ്രശ്നം ഈ ഫാക്ട് ചെക്കിങ്ങിനുണ്ട്. ഈ ഫാക്ട് ചെക്കിങ് അത് കോൺഗ്രസ് ഓഫീസല്ല, അതൊരു കൺവെൻഷൻ സെൻ്ററിനാണെന്ന് ഫാക്ട് ചെക്ക് ചെയ്യുമ്പോൾ ഇനി അത് കോൺഗ്രസ് ഓഫീസ് ആണെങ്കിൽ എന്താണ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ആ ക്വസ്റ്റ്യൻ ബോധപൂർവ്വം സൈഡ് ലൈൻ ചെയ്യപ്പെടും. അതിൻ്റെ ഒരു കാരണം ഞാൻ പറയാം. ഇപ്പോൾ ഇന്ത്യയിലെ രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളാണ് BJPയും കോൺഗ്രസും. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് എന്ന പേരിൽ കോൺഗ്രസിന് വിദേശ രാജ്യങ്ങളിൽ പ്രവാസികൾക്കിടയിൽ ഘടകമുണ്ട്. BJPക്ക് ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് BJP എന്ന പേരിൽ വിദേശ രാജ്യങ്ങളിൽ ഘടകമുണ്ട്. 10-22 രാജ്യങ്ങളിൽ അത് പ്രവർത്തിക്കുന്നുണ്ട്. ഇനി തുർക്കി എന്ന രാജ്യം തന്നെ എടുക്കാം. ഇപ്പോൾ തുർക്കി എന്ന രാജ്യം ഇന്ത്യയുമായി സൗഹാർദ്ദത്തിലായിരുന്നു. ഇപ്പം അത്ര സൗഹാർദ്ദത്തിലായിരുന്ന സമയത്തും ഇപ്പോൾ 2017 അവിടുത്തെ പ്രസിഡന്റ് എർദോഗാൻ പ്രസിഡൻ്റായി അധികാരമേൽക്കുന്ന ഒരു റഫറൻഡം കഴിഞ്ഞ് അധികാരമേൽക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അതിനുശേഷം അദ്ദേഹം ആദ്യം സന്ദർശിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിൽ വന്ന് അദ്ദേഹം മോദിയുമായിട്ട് ഹഗ് ചെയ്തു, കെട്ടിപ്പിടിച്ചു. ഇന്ത്യ തുർക്കി ബൈലാറ്ററൽ ടൈസ് ഉഷാറാക്കുമെന്നൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ സൗഹൃദമുള്ള രാജ്യം അതേസമയം തന്നെ 2017 തന്നെ കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് UN ജനറൽ അസംബ്ലിയിൽ ഇദ്ദേഹം പ്രസംഗിക്കുകയും ചെയ്തു. എർദോഗാൻ. അതിൽ ഇന്ത്യക്ക് കടുത്ത പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം നയതന്ത്രപരമായി അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം പിന്നെ ഒരിക്കൽ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ കശ്മീർ ഒഴിവാക്കുകയും ചെയ്തു. ഇപ്പോൾ തുർക്കി നമ്മുടെ ശത്രുരാജ്യമാണുള്ള കാരണം എന്താണ്? ശത്രുരാജ്യമായി ഈ അർണബ് ഗോസ്വാമിയെ പോലുള്ള ഗോദി മീഡിയക്കാർ പറയാനുള്ള കാരണം ഈ യുദ്ധത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് ആയുധങ്ങളും ഡ്രോണുകളും നൽകി എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ആയുധവും ഡ്രോണും നൽകിയത് ചൈനയാണ്. ചൈനയുടെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് പാകിസ്ഥാൻ പ്രവർത്തിക്കുന്നത് തന്നെ. അങ്ങനെയെങ്കിൽ ചൈനയിൽ ഒരു ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് BJP എന്ന അവരുടെ പാർട്ടിയുടെ വിദേശ ഘടകം പ്രവർത്തിക്കുന്നത് ഉചിതമാണോ? അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. BJPയുടെ ഘടകം പ്രവർത്തിക്കുന്നത് ഉചിതമാണോ? അങ്ങനെ BJP ഘടകമുണ്ട് ചൈനയിൽ ഉണ്ട് എന്ന് മാത്രമല്ല 2010 നിതിൻ ഗഡ്കരി BJP പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് ചൈനയിലെ മന്ത്രി ഇന്ത്യയിലെത്തി BJP നേതാക്കളുമായി സംസാരിക്കുകയും അവരെ ചൈനയിലേക്ക് ക്ഷണിക്കുകയും ഇന്ത്യ ചൈന ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പ്രതിപക്ഷ പാർട്ടികളുമായുള്ള ബന്ധം ശക്തമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും നിതിൻ ഗഡ്കരി അതിനോട് നന്നായി റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തതാണ്. അതെങ്ങനെ സാധിക്കുന്നു? ഇനി രണ്ടാമത്തെ കാര്യം, ഇതേ തുർക്കിയിൽ തന്നെ ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് BJP എന്ന അവരുടെ പ്രവാസി ഘടകം പ്രവർത്തിക്കുന്നുണ്ടെന്ന് മാത്രമല്ല അതിൻ്റെ പ്രധാനപ്പെട്ട അവിടുത്തെ നേതാവ് പോയി ഇതേ പറയുന്ന ഈ റജബ് തൊയ്ബ് എർദോഗാൻ എന്ന് പറയുന്ന അവരുടെ പ്രസിഡന്റിനെ പോയി BJP എന്നെഴുതിയ താമരച്ചിനുള്ള ഷാളിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. അവിടെ പോയി അദ്ദേഹത്തെ അങ്കാറയിലെ പ്രസിഡൻഷ്യൽ പാലസിൽ പോയി ഈ ഷാള്, അതായത് BJPയുടെ താമരച്ചിനുള്ള ഷാളിട്ട് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തിട്ടുണ്ട്. ഇനി BJPക്കോ കോൺഗ്രസിനോ തുർക്കിയിലോ ചൈനയിലോ, ഇത് രണ്ടും ഇപ്പോൾ നമ്മുടെ ശത്രുരാജ്യങ്ങളാണല്ലോ, ഇന്ത്യയുടെ ശത്രുരാജ്യമാണ്, അവിടുത്തെ പ്രവാസികൾക്കിടയിൽ പ്രവർത്തിക്കാൻ വേണ്ടി ഒരു ഓഫീസ് ഉണ്ടെന്ന് തന്നെ കരുതുക. ഇപ്പോൾ BJPയുടെ ഒരു ഓഫീസുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസിന് ഓഫീസുണ്ട്. അതിനെന്താ പ്രശ്നം? ഈ ഫാക്ട് ചെക്കിങ്ങിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനെന്താ കുഴപ്പമെന്ന് ഒരാളും ചോദിക്കില്ല എന്നുള്ളതാണ്. പിന്നീട് അതെന്തായി മാറും? അങ്ങനെ ഒരു ഓഫീസിന് ഏതെങ്കിലും കാലത്ത് ആരെങ്കിലും BJPയോ കോൺഗ്രസോ സ്ഥാപിച്ചാൽ
അതെന്തോ മഹാകുറ്റമായി വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യും. ഈ രണ്ട് രാജ്യങ്ങളുമായി നമ്മൾ യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങളല്ല, പക്ഷേ നയതന്ത്രപരമായി ഇപ്പോൾ നമ്മളോട് എതിര് നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്. അവിടെ ഈ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഓവർസീസ് ഘടകം ഉണ്ടാവാമോ ഇല്ലേ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതുപോലുള്ള ഒരുപാട് രാജ്യങ്ങൾ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. അമേരിക്കയിലുണ്ട്, യൂറോപ്പിലെ പല രാജ്യങ്ങളിലുണ്ട്. ബി ജെ പി പ്രവാസികൾക്കിടയിൽ, കോൺഗ്രസും പ്രവാസികൾക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അർണബ് ഗോസ്വാമി ഈ പറയുന്നത് എന്താണ്? അത് അബദ്ധം പറ്റിയതാണോ, അതല്ല ബോധപൂർവമുള്ള പ്രോപ്പഗൻഡയാണോ? ഇത് രണ്ടിനും സാധ്യതയുണ്ട്. കാരണം അബദ്ധം പറ്റാനുള്ള ഒരു സാധ്യത, ഇപ്പോൾ അർണബ് ഗോസ്വാമിയെ പോലെ ഒരാൾ മുഴുവൻ സമയവും ഓണറിൽ നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് വേണ്ടത്ര ഹോംവർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യും? അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എൻ്റെ പിന്നിൽ റിസർച്ച് ചെയ്യുന്ന ആളുകളുണ്ട്, അവരെനിക്ക് ഡാറ്റ കൊണ്ടുവന്ന് തരും. അത് നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ കാര്യം പറയുമ്പോൾ തന്നെ കോൺഗ്രസ് എന്താണ് അവിടെ ചെയ്യുന്നത്, കോൺഗ്രസ് എന്തിനാണ് ഓഫീസ് എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നത് നോക്കി വായിക്കുകയാണ് ഇങ്ങനെ ഒരു പേപ്പറിൽ. അപ്പോൾ പോലും അദ്ദേഹത്തിന് തന്നെ തോന്നുന്നുണ്ട് ഇതിലെന്തോ ഒരു പശുണ്ടല്ലോ എന്ന്. അദ്ദേഹം വളരെ സാധാരണ ഇതിൽ അട്ടഹസിക്കുന്ന അദ്ദേഹം വളരെ ഒച്ച കുറച്ചാണ് ഈ കാര്യം പറയുന്നത്. അത് മനസ്സിലാക്കണം. ഒരുപക്ഷെ തെറ്റ് പറ്റിയതാൻ സാധ്യതയുണ്ട്. ഇനി തെറ്റ് പറ്റാതിരിക്കാൻ സാധ്യതയുണ്ട്, പ്രോപ്പഗൻഡ നടത്താൻ സാധ്യതയുണ്ട്. കാരണം കോൺഗ്രസ് പാർട്ടിയെ വാദ്ര കോൺഗ്രസ് എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് അദ്ദേഹം. ഒരു ഡിബേറ്റിൽ വാദ്ര കോൺഗ്രസ് എന്ന് വിളിച്ച് ആക്ഷേപിക്കുമ്പോൾ അവിടെ വന്നിരുന്ന കോൺഗ്രസ്സുകാരൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണ് റിപ്പബ്ലിക് ചാനലിനെ RSS റിപ്പബ്ലിക് എന്ന് വിളിക്കട്ടെ, അല്ലെങ്കിൽ പ്രൊപ്പഗൻഡ റിപ്പബ്ലിക് എന്ന് വിളിക്കട്ടെ, അങ്ങനെ ഞാൻ പേര് മാറ്റുന്നത് ശരിയല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പെട്ടെന്ന് സ്റ്റണ്ടായിപ്പോയി. മിണ്ടാതിരുന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യും, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവർ പറയാം എന്ന് പറയുകയാണ് ചെയ്തത്. അപ്പോൾ അതുപോലെ മറ്റേ ഒരു ഹിന്ദു സന്യാസിമാരെ തല്ലിക്കൊന്നൊരു സംഭവം ഉണ്ടല്ലോ മഹാരാഷ്ട്രയിൽ. ഇത് തല്ലിക്കൊല്ലപ്പെട്ടത് ഹിന്ദുക്കളായതുകൊണ്ടല്ലേ സോണിയാഗാന്ധി മിണ്ടാതിരിക്കുന്നുള്ള വർഗീയ പരാമർശം നടത്തിയതാണ് ടെലിവിഷനിൽ. അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരുന്നു മഹാരാഷ്ട്രയിൽ. ആ കേസ് ഓർമ്മയുണ്ടാവും, കോവിഡിൻ്റെ സമയത്താണ്. അപ്പോൾ പിള്ളേർ തട്ടിക്കൊണ്ട് പോകുന്നത് പറഞ്ഞ് ജനക്കൂട്ടം സന്യാസിയെ തല്ലിക്കൊന്ന കേസ്. ഈ മറ്റേ തബ്ലീഗ് ജമാഅത്തിലെ കൊറോണ ജമാഅത്ത് എന്ന് വിളിച്ച ചാനലുകൾ ഇതും ഉണ്ടായിരുന്നു. സൂപ്പർ സ്പ്രെഡേഴ്സ് എന്നാണ് വിളിച്ചത്. അദ്ദേഹത്തിന് FIR ഇട്ട് മഹാരാഷ്ട്രയിൽ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഗോദി മീഡിയ എന്ന ഗോദി ആങ്കർ എന്ന വിശേഷണത്തിന് ഏറ്റവും യോജന ആളാണ് അദ്ദേഹം. അപ്പോൾ അബദ്ധം പറ്റിയതാണെങ്കിലും പ്രൊപ്പഗൻഡയാണെങ്കിലും അത് തിരുത്തിയിട്ടില്ല ഇനി എന്നുള്ളതാണ് കാര്യം. അവർ ഒരു മാപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ പറയുന്ന ഒരു കാര്യം, അർണബ് ഗോസ്വാമി പറയുന്ന കാര്യങ്ങളോടൊപ്പം കാണിച്ച ഒരു ചിത്രം, ആ ചിത്രം ഞങ്ങളുടെ വീഡിയോ എഡിറ്റർക്ക് തെറ്റിപ്പോയതാണ്, മാറി ഉപയോഗിച്ചാണ്. അതായത് അയാൾ പറയുന്ന കാര്യത്തെപ്പറ്റിയല്ല പറയുന്നത്, ഇസ്താംബുളിലെ കോൺഗ്രസ് എന്ന് പറയുന്ന കൺവെൻഷൻ സെൻ്റർ ചിത്രം അറിയാതെ കാണിച്ചു പോയി എന്നുള്ളതാണ് അവർ പറയുന്ന കാര്യം. അല്ലാതെ പറഞ്ഞ പ്രസ്താവനയിൽ അവർ ഖേദം പ്രകടിപ്പിക്കുകയോ മാപ്പ് പറയുകയോ ചെയ്തിട്ടില്ല. ഇനി നമ്മളിപ്പോൾ ഇതിനെപ്പറ്റി വിമർശനാത്മകമായി ഇവിടെ നിന്ന് വിശകലനം ചെയ്യാണെന്നിരിക്കട്ടെ. അർണബ് ചെയ്ത് ശരിയായില്ല. അർണബിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാരുണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാർ കേരളത്തിൽ പോലും ഉണ്ടാവും. അവരെന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അത് അർണബിനെ പോലെ നന്നായി ആങ്കർ ചെയ്യാൻ അറിയാത്ത കുറേ അവന്മാർ അർണബിനെ കുറ്റം പറയുന്നു എന്നേ പറയുള്ളൂ. അത് കേട്ട് ചിരിക്കും അർണബ് ഗോസ്വാമി, അത്രയേ ഉള്ളൂ. പക്ഷേ അത് അർണബിൻ്റെ ലാസ്റ്റ് എപ്പിസോഡിന് എങ്ങനെയാണ് കാണുന്നത്? സേഫു അർണബിൻ്റേത് ഒരു ന്യൂസ് ചാനലൊന്നും അല്ല അത്. അതിൻ്റെ പരിപാടി എന്ന് വെച്ചാൽ അത് നിങ്ങൾ അതിനകത്ത് കാര്യപ്പെട്ട എന്തെങ്കിലും വാർത്ത കണ്ടിട്ടുണ്ടോ? രാവിലെ തുടങ്ങുകയാണ് അതിൻ്റെ ഒച്ചയും ബഹളവും. അതിനകത്ത് വാർത്തകൾ, സാധാരണക്കാരായ മനുഷ്യരുടെ പ്രശ്നങ്ങൾ, അവരുടെ പ്രതികരണങ്ങൾ, അത് ഉൾപ്പെടുത്തിയിട്ടുള്ള പരമ്പരാഗത സ്വഭാവമുള്ള പാക്കേജുകൾ, അതൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. രാവിലെ ഏതെങ്കിലും ഒരു വിഷയം എടുത്ത് ബഹളം വയ്ക്കുക, ആ വിഷയം രാജ്യത്തെ സർക്കാരിനെ സമ്പൂർണ്ണമായും സഹായിക്കുന്നതായിരിക്കാൻ നിർബന്ധ ബുദ്ധിയുണ്ട്. കോൺഗ്രസിനെ, മറ്റ് പ്രതിപക്ഷ പാർട്ടികളെ, സോണിയാഗാന്ധിയെ, രാഹുൽ ഗാന്ധിയെ, ഇവരെയൊക്കെ അധിക്ഷേപിക്കുക. വിമർശിക്കുക എന്നുള്ള വാക്കുപോലും അവിടെ ആപ്റ്റല്ല, അധിക്ഷേപിക്കുക. ഇതാണ് പരിപാടി. അപ്പോൾ BJPയുടെ ഒരു പ്രൊപ്പഗൻഡ മെഷീനാണ് റിപ്പബ്ലിക്. അതൊരു ന്യൂസ് ചാനലല്ല. ന്യൂസ് ചാനലിൻ്റെ ലൈസൻസിൽ പ്രവർത്തിക്കുന്നു. ജേർണലിസ്റ്റുകളെന്ന് അവകാശപ്പെടുന്ന ആളുകൾ അതിനകത്തുണ്ട്. ജേർണലിസ്റ്റ് എന്ന് അവകാശപ്പെടുന്ന അർണബ് ഗോസ്വാമി അതിൻ്റെ നായകനാണ്. അദ്ദേഹം ശരിയായ ജേർണലിസം ചെയ്തിട്ട് വർഷങ്ങളായി കാണും. ഇതാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി. ഇപ്പം നേരത്തെ ഞാൻ സെർച്ച് ചെയ്യായിരുന്നു, നേരത്തെ പറഞ്ഞല്ലോ മധ്യപ്രദേശിൽ, മഹാരാഷ്ട്രയിൽ 2 സന്യാസികളെയും അവരുടെ ഒരു ഡ്രൈവറെയും ആൾക്കൂട്ടം തല്ലിക്കൊന്നു. കൊല്ലാനുള്ള കാരണം കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന വേഷം മാറിയ സംഘമാണ് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു. അതാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യം. ഇദ്ദേഹം പറഞ്ഞത് ഹിന്ദു സന്യാസിമാരെ മറ്റു മതസ്ഥർ തല്ലിക്കൊല്ലുന്നു. 80% ഹിന്ദുക്കളുള്ള ഈ രാജ്യത്ത് ഹിന്ദുക്കൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്നില്ല. ഇതേത് നാടാണ്? ഇതിനെതിരെ കർശനമായ നടപടി വേണം എന്ന് ഇദ്ദേഹം ആവശ്യപ്പെട്ടു. എന്ന് മാത്രമല്ല, സോണിയാഗാന്ധി അടക്കമുള്ള ആളുകൾ അതിൽ മിണ്ടാത്തത് ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടതുകൊണ്ടാണ്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ പ്രതി ഇറ്റലിയിലേക്ക് അവർ കൃത്യമായി റിപ്പോർട്ട് അയക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന ആക്ഷേപവാചകം വരെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അർണബ് ഗോസ്വാമി പറഞ്ഞു. ആ സംഭവം അർണബ് ഗോസ്വാമിയുടെ ചാനൽ വഴി പ്രചരിപ്പിച്ചത് വഴി രാജ്യത്ത് പലയിടത്തായിട്ട് എന്തുണ്ടായി? വലിയ തോതിലുള്ള ഹേറ്റ് സ്പ്രെഡ് ഉണ്ടായി. അതിനെ ചൊല്ലി പലയിടത്തും കേസ് കൊടുക്കപ്പെടുകയും ചെയ്തു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അർണബ് ഗോസ്വാമിയുടെ ചാനലിനകത്ത് വരുന്ന ഇത്തരം വിദ്വേഷ പരാമർശങ്ങൾ അല്ലെങ്കിൽ റെസ്പോൺസിബിളായിട്ടുള്ള അധിക്ഷേപങ്ങൾ, ഇതിനെതിരെയൊന്നും ഒരു നടപടി ഉണ്ടാവില്ല. വേറെ വല്ല ചാനലുമാണെങ്കിൽ നിങ്ങൾ ഇന്ന നോംസ്, ലൈസൻസ് നോംസ് ലംഘിച്ചിരിക്കുന്നു, ഇന്ന നിയമം ലംഘിച്ചിരിക്കുന്നു, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് ആക്ട് ലംഘിച്ചിരിക്കുന്നു പറഞ്ഞ് നോട്ടീസ് വരേണ്ട എത്ര പരശതം
കുറ്റങ്ങളാണ് അവിടെ ഇരുന്നുകൊണ്ട് ഇദ്ദേഹം ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞു എന്താണ്, നമ്മുടെ കോവിഡ് കാലത്ത് തബലീഗ് ജമാഅത്തുകാരുടെ യോഗം അവർ നരേന്ദ്രമോദിയെ ലക്ഷ്യമിട്ടുകൊണ്ട് ചെയ്യുന്ന പണിയാണ്, ഇതിന് നേതാക്കളെ മുഴുവൻ കേസെടുത്ത് ജയിലിൽ അടക്കണം അദ്ദേഹം ആക്രോശിച്ചു. നേരത്തെ ഉണ്ടായിരുന്ന യോഗമാണ്, കോവിഡ് കാലത്തെ ലോക്ക്ഡൗൺ സമയത്ത് ഉണ്ടായിരുന്ന അല്ല എന്ന വിവരം പുറത്തു വന്നു. അദ്ദേഹം ഒരു മാപ്പും പറഞ്ഞില്ല, ഒരു തിരുത്തലിനും പോലും. നമ്മൾ മലയാളികളെ കുറിച്ച് ആലോചിച്ചു, പണ്ട് പ്രളയം ഉണ്ടായ സമയത്ത്, ഒന്നാം പ്രളയകാലത്താണ് ദുബായ് നമുക്ക് കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞൊരു വാർത്ത പുറത്തു വന്നത്. അന്ന് ഇന്ത്യയിലെ ഏറ്റവും നാണം കെട്ട വർഗ്ഗം മലയാളികൾ എന്നാണ് ഇദ്ദേഹം ആക്ഷേപിച്ചത്. എന്നിട്ട് വിദേശത്ത് നിന്ന് പലയിടത്തും പൈസ വരുന്നു, അത് അവിടുത്തെ ഇടതുപക്ഷ ബുദ്ധിജീവികളും രാജ്യത്തെ വിഘടനവാദികളും ദുരുപയോഗം ചെയ്യുകയാണെന്ന് അദ്ദേഹം ആഞ്ഞങ്ങ് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വലിയ സോഷ്യൽ മീഡിയയ്ക്ക് മലയാളികളെയാണല്ലോ, മലയാളികളെ തിരിച്ചാക്രമിക്കുമല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരു ഗൂഗിൾ റിവ്യൂവിൽ പോയിട്ട് കംപ്ലീറ്റ് റിപ്പബ്ലിക്കിനെ അങ്ങ് താഴ്ത്തിക്കളഞ്ഞു. അദ്ദേഹം ഗൂഗിൾ റിവ്യൂ പൂട്ടി വെക്കേണ്ടി വന്നു. മലയാളികളുടെ ഒരു പ്രതിഷേധത്തിൻ്റെ സ്വരം എന്താണെന്ന് മനസ്സിലായത് അന്നാണ്. അപ്പോൾ ജേർണലിസം എന്ന് പറയുന്ന പരിപാടി അദ്ദേഹം നേരത്തെ നിർത്തിയതാണ്. എന്താണോ ഇവിടുത്തെ ഭരണകൂടത്തിന് ആവശ്യമായിട്ടുള്ള ഈ പറഞ്ഞ വിഭജന നയം, കഴിഞ്ഞ ദിവസം നോക്കുക, ഡൊണാൾഡ് ട്രംപ് പറയുന്നു ഞാൻ മധ്യസ്ഥം വഹിച്ചിട്ടാണ് ഈ പ്രശ്നം പരിഹരിച്ചതെന്ന്. അദ്ദേഹം ന്യൂസ് റൂമിൽ നിന്ന് ഡൊണാൾഡ് ട്രംപിനെ അങ്ങ് പറയുകയാണ്. ഗവൺമെൻറ്റിനോട് അദ്ദേഹത്തിന് ഒരു ക്വസ്റ്റ്യനുമില്ല. എന്തുകൊണ്ടാണ് അമേരിക്കൻ സ്ഥാനപതിയെ വിളിച്ച് നിങ്ങൾ ഈ പറഞ്ഞത് തോന്നിയാസാലം ചോദിക്കാത്തത് എന്ന ചോദ്യം അദ്ദേഹത്തിനില്ല. അദ്ദേഹം ട്രംപ് ഒരു വൃത്തികെട്ടവനാണ് എന്ന മറ്റുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കൂടെ ഇരുന്ന് ആഞ്ഞയെ പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് അത്ഭുതമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. അമിത് മാളവ്യ എന്ന് പറയുന്ന IT ചീഫ് പറയുന്നത് എന്താണോ അത് സെയിം സംഗതി TV ഫോർമാറ്റിൽ പറയുന്ന ആളാണ് ഇദ്ദേഹം. ഇന്ന് അദ്ദേഹത്തിന് അതേ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് ലോകത്തിന് മുമ്പിൽ നമ്മൾ കണ്ടാണ്. ഞങ്ങളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ചാനൽ, TRP പ്രകാരം ഞങ്ങൾ ടോപ്പ് ചാനലാണെന്ന് അവകാശപ്പെടുന്ന ഒരു ഒച്ചവെപ്പുകാരനാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം TRPയിൽ തട്ടിപ്പ് കാണിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ചാനൽ 1ാം സ്ഥാനത്താക്കിയതെന്നും പലയിടത്തും പോയി മിഡിൽ ക്ലാസ്സുകാരായ മനുഷ്യർക്ക് പൈസ കൊടുത്തിട്ടാണ് മീറ്ററിൽ കയറ്റുന്നത് എന്നുള്ളത് ലോകം കഴിഞ്ഞ കാര്യമാണ്. അങ്ങനെയാണ് അദ്ദേഹം ബാർക്ക് എന്ന് പറയുന്ന സംവിധാനം 1.5 വർഷം അടച്ചിട്ട് സേഫിന് ഓർമ്മയുണ്ടോ? കാരണം ഇത് മൊത്തം തട്ടിപ്പാണെന്ന കാര്യം ജനത്തിന് മനസ്സിലായി. ജെനുവിൻ അല്ല ഇതിൻ്റെ സാമ്പിളിങ്. ആർക്കും ഇത് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും, കയ്യിൽ കാശുള്ള ആർക്കും മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും എന്ന വിവരം പുറത്തു വന്നതോടുകൂടിയാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്തത്, ഈ സംവിധാനത്തിൻ്റെ വിശ്വാസം ഇല്ലാതെ ഞങ്ങൾ 1ാം സ്ഥാനമെന്ന് അവകാശപ്പെടുന്ന അർണബ് ഗോസ്വാമി നാണം കെട്ടത്. അതുമാത്രമല്ല, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പല കേസുകളുണ്ട്. അദ്ദേഹം ഒരു ആത്മഹത്യാ പ്രേരണക്കുറ്റത്തിൽ അകത്തുപോയ ആളാണ്, നമുക്കറിയാലോ, പൈസ കൊടുക്കാത്തതിൻ്റെ പേരിൽ. വേറെയും പല ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉയർന്നു വന്നിട്ടുണ്ട്. പുൽവാമ ഉണ്ടായപ്പോഴല്ല അദ്ദേഹത്തിൻ്റെ ചാറ്റ് പുറത്തു വന്നത്. BJPയെ സഹായിക്കുന്ന നിർണായകമായൊരു സംഭവം വരാനോട് നേരത്തെ അറിഞ്ഞു അദ്ദേഹം പറഞ്ഞത് വലിയ വിവാദം ഉണ്ടാക്കിയ ഒന്നാണ്. അപ്പോൾ ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന സംഗതി ജേർണലിസ്റ്റ് എന്ന കാര്യത്തിൽ അവകാശപ്പെടാനേ കഴിയാത്ത ഒരു ബഹളക്കാരനാണ് ഇദ്ദേഹം. അദ്ദേഹം BJPയുടെ മറ്റേതെങ്കിലും ഒരു നേതാവിനെ പോലെ തന്നെ പ്രവർത്തിക്കുന്നു. അതിൽ അദ്ദേഹത്തിൽ നമ്മൾ ക്വാളിറ്റിയോ ജേർണലിസമോ ആവശ്യപ്പെടുന്നതിൽ ഒരു കഥയുമില്ല. അദ്ദേഹം അത് തുറന്നുകൊണ്ടേയിരിക്കും. ഇനി അത് നിർത്തണമെങ്കിൽ ഈ രാജ്യത്തെ നിയമം വെച്ചുകൊണ്ട് ജേർണലിസം ഇങ്ങനെയല്ല, ചാനലുകൾ ഇങ്ങനെ പ്രവർത്തിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആളുകൾ അധിക്ഷേപിക്കാൻ പറ്റില്ല എന്ന് നിയമം കർക്കശമായി ഇടപെടുന്ന ഒരു നില വേണം. നിയമം അദ്ദേഹത്തോട് കർക്കശ സ്വഭാവം കാണിക്കാത്തത്രയും കാലം, സർക്കാരുകൾ അദ്ദേഹത്തോട് അനുഭാവം തുടരുന്ന കാലത്തോളം അദ്ദേഹത്തിൻ്റെ പരിപാടി തുറന്നുകൊണ്ടേയിരിക്കും. തീർച്ചയായും എന്തായാലും BJP ഭരണകൂടം തുടരുന്നിടത്തോളം കാലം അതിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പോലെ ഈ പ്രൊപ്പഗണ്ട മെഷീൻ ഈ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ ആൾട്ട് ന്യൂസ് പോലെയുള്ള ഫാക്ട് ചെക്ക് ഗ്രൂപ്പുകൾക്ക് പണി കൂടുന്ന അവസ്ഥ തന്നെയാകും.